അമ്മേ അമ്മേ എഴുന്നേൽക്കമ്മേ, അമ്മേ എഴുന്നേൽക്ക്. അമ്മ ദാ ടുട്ടു ടുട്ടു ടുട്ടു. ചേച്ചി വാ ടുട്ടു, ദാ അമ്മ. വാ വാ അമ്മ എഴുന്നേക്ക്, നമുക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോകാം. ചേച്ചി ചേച്ചി, എൻ്റെ കാർ കാണുന്നില്ല, എനിക്കത് വേണം. ടോംബു മോളെ നോക്കൂ, ഇനി അമ്മക്കൊന്നും വയ്യ. നീ വേണം ഇനി ഇവരെയൊക്കെ നോക്കാൻ. എൻ്റെ മക്കൾ എല്ലാവരും ഒരുമിച്ച് ഉടനെ രക്ഷപ്പെടണം. ഇനിയും ഇവിടെ നിന്നാൽ ആപത്താണ്. ഈ ശവശരീരങ്ങൾ മണത്തറിഞ്ഞ് കാട്ടുമൃഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. എത്രയും വേഗം നിങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. പോകൂ മക്കളെ, പോകൂ. എൻ്റെ മക്കൾ ശക്തരാണ്, ഒരിക്കലും തളരരുത്. അമ്മേ, ഇത് കുടിക്കമ്മേ. മക്കളെ, ഇതൊക്കെ കരുതിക്കോളൂ. പിന്നെ ടോംബു, ഇത് കൊടും കാടാണ്. നിങ്ങൾ അമ്മേ അമ്മേ. അമ്മ ഇല്ലാതെ ഞാൻ എങ്ങോട്ടും വരില്ല. വാ മോനെ, നമ്മൾ അമ്മ പറഞ്ഞത് അനുസരിക്കണം. എല്ലായിടത്തും എത്തിച്ചേരാനാവില്ലെന്ന് ദൈവം തിരിച്ചറിഞ്ഞപ്പോഴാണത്രേ അമ്മമാരുണ്ടായത്. അതെ, പെറ്റമ്മയല്ലാതെ മറ്റാരെയാണ് കൺകണ്ട ദൈവമെന്ന് നാം വിളിക്കുക? എല്ലാ തെറ്റുകളും പൊറത്തു തരുന്ന കാരുണ്യസാഗരമാണത്. ഉണ്മയാണത്, ശാശ്വത സത്യമാണത് അമ്മ. വിളക്കുപോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മ തൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. ഒരു നിലവിളക്കുപോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കൊന്ന പോൽ ഓർമ്മ തൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. അമ്മേ, ഏച്ചി ഇതാ യൂട്യൂബിൽ ഷോർട്സ് കാണുന്നു. ഇല്ല അമ്മേ, അവൾ കള്ളം പറയാണ്.
അമ്മേ, എനിക്ക് കാർട്ടൂൺ കാണണം. വഴക്ക് നിർത്തു. നിങ്ങൾക്ക് ഇതാ ഒരു സർപ്രൈസ്, ഒരു സ്പെഷ്യൽ കേക്ക്. എനിക്ക് വേണ്ട. എനിക്കും വേണ്ട. മതി, നിർത്ത്. അമ്മൂമ്മ ഉറങ്ങാൻ പോവുകയാണ്. ആർക്കൊക്കെയാണ് കാടിന്റെ കഥ കേൾക്കേണ്ടത്? എന്റെ കൂടെ പോന്നോളൂ. ഞങ്ങൾ റെഡി. മക്കളെ, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പണ്ട് മുത്തശ്ശി വളർന്ന കാടിനെ കുറിച്ചാണ്. അതൊരു ഘോര വനമായിരുന്നു. ആ കാടിനും ഒരു ഭാഷയുണ്ടായിരുന്നു. മുത്തശ്ശി, കാടിനും ഭാഷയുണ്ടോ? അതെ മോളെ, ഒരു ഇല അനങ്ങിയാൽ കാട് മുഴുവനും അറിയും. എല്ലാ ജീവികളും ചില നിയമങ്ങൾ പാലിച്ചിരുന്നു. കാട്ടിൽ പല നിറത്തിലും തരത്തിലുമുള്ള കായ്കനികളുണ്ടായിരുന്നു. അവയിൽ ചിലത് വിഷക്കായ്കളായിരിക്കും. വിഷക്കായ്കൾ മുള്ളോട് കൂടിയതായിരിക്കും. അതിന് ചില പ്രത്യേക ഗന്ധവുമുണ്ടാവും. അവയൊരിക്കലും പറിച്ചു തിന്നരുത്. പണ്ട് മുത്തശ്ശിക്കൊരു അബദ്ധം പറ്റിയിരുന്നു. അറിയാതെ മുത്തശ്ശി ഒരു വിഷക്കായ പറിച്ച് തിന്നു. ഒടുവിൽ കാട്ടിലെ മൂപ്പന്റെ അടുത്ത് നിന്ന് പച്ചമരുന്നൊക്കെ വാങ്ങിക്കൊണ്ടുവന്നാണ് മുത്തശ്ശി പിന്നെ രക്ഷപ്പെട്ടത്. കാട്ടിലൂടെ നടക്കുമ്പോൾ കാലിൽ മുള്ളു കൊള്ളില്ലേ? സൂക്ഷിക്കണം. പച്ചിലയോ തുണിയോ കൊണ്ട് കാൽ പൊതിഞ്ഞു കെട്ടണം. അപ്പോൾ മഴ പെയ്താലോ? കാട്ടിൽ കുടകളൊന്നുമില്ലല്ലോ. അതല്ലേ രസം. ആരാ പറഞ്ഞത് കാട്ടിൽ കുടകളില്ലെന്ന്? കാടു നിറച്ചും എത്രയെത്ര കുടകളാണുള്ളത്. കുടയെന്ന് വെച്ചാൽ പലതരത്തിലുള്ള വലിയ വലിയ ഇലകൾ. അവ തലയിൽ ചൂടിയാണ് മഴയത്ത് നടക്കാറുള്ളത്. മുത്തശ്ശിക്ക് കാട്ടുമൃഗങ്ങളെ പേടിയില്ലേ? നമ്മൾ കാട്ടിൽ പോകുമ്പോൾ കടും നിറത്തിലുള്ള വസ്ത്രങ്ങളൊന്നും ധരിക്കരുത്. ഇലകളുടെയോ മരങ്ങളുടെയോ നിറത്തിനിണങ്ങിയ വസ്ത്രം മാത്രമേ നമ്മൾ ധരിക്കാവൂ. അല്ലെങ്കിൽ മൃഗങ്ങൾ നമ്മളെ പെട്ടെന്ന് ആക്രമിക്കും. അയ്യോ, എനിക്ക് പേടിയാവുന്നു. പിന്നെയും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂട്ടത്തോടെ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കി വരുന്ന വലിയ ഇനം പ്രാണികളുണ്ട്. മാരക വിഷമുണ്ട്. അവയെ സൂക്ഷിക്കണം. കാട്ടിൽ ഒരിടത്തും മക്കൾ ഒരേ സമയം ചെലവഴിക്കരുത്. നടന്നുകൊണ്ടേയിരിക്കണം. മുത്തശ്ശി, എനിക്ക് ഉറക്കം വരുന്നു. ഇനി എൻ്റെ മക്കൾ ഉറങ്ങിക്കോളൂ. മുത്തശ്ശി, മുത്തശ്ശി. അയ്യോ, വാ, എഴുന്നേൽക്കൂ. നമുക്ക് ഉടനെ പോവണം. ഇവിടെ നിന്നാൽ ആപത്താണ്. അയ്യോ ചേച്ചി, മഴ പെയ്യുന്നു. എനിക്കൊന്നും കാണുന്നില്ല. ചേച്ചി, എന്റെ ചെരുപ്പ് പൊട്ടി. അതെവിടെ കളഞ്ഞേക്ക് മോനെ, ഞാൻ തുണി കെട്ടിത്തരാം. ഇങ്ങോട്ട് വാ, ഇവിടെ ഇരിക്കൂ. ചേച്ചി, എനിക്ക് ദാഹിക്കുന്നു. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം.
വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നാടിനെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഞാൻ ഷമീം, റിപ്പോർട്ടർ, വേൾഡ് വിഷൻ ചാനൽ. എയർ ട്രാഫിക് കൺട്രോൾ സെക്ഷനിൽ നിന്നും ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്ന് രാവിലെ ഏകദേശം 11 മണിക്ക് തെക്കൻ കൊളംബോയിലെ അരിരാക്കുവരയിൽ നിന്നും പറന്നുയർന്ന സെസ്ന 206 എന്ന ചെറുവിമാനം അപകടത്തിൽപ്പെട്ടു എന്നതാണ്. ഏകദേശം 11:45 വിമാനത്തിൽ നിന്നും സിഗ്നൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് സൂചിപ്പിക്കുന്നത് ആമസോൺ കാടിന്റെ ഏകദേശം വടക്കുഭാഗം 200 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ വിമാനം തകർന്നേക്കാമെന്നാണ്. ഞാൻ മിയ, വേൾഡ് വിഷൻ ചാനൽ. അപകടത്തിൽപ്പെട്ട വിമാനത്തിൽ 7 പേരുണ്ടായിരുന്നു. അതിൽ 4 പേരും കുഞ്ഞുങ്ങളായിരുന്നു. അപകട സാധ്യതയെക്കുറിച്ചോ അതിന്റെ തീവ്രതയോ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. നമുക്കറിയാം, ആമസോൺ കാടിന്റെ പ്രത്യേകത തന്നെ ഏറ്റവും നിബിഡമായ മഴക്കാടുകളാണവ. ഈ ഒരു നിർണായകമായ 6 മണിക്കൂർ പിന്നിടുമ്പോൾ നമുക്ക് അനുമാനിക്കാൻ പറ്റുന്നത് ഒന്നു മാത്രമാണ്: